പിന്നെ ഒരു വർത്താനുണ്ട്. എന്താന്ന് വെച്ചാ പറ. ഷസാം അവന്റെ മുഖം തന്നെ കണ്ട, അവന്റെ മുഖം ഇങ്ങനെയാ, പുച്ഛാണ് അവൻ എല്ലാത്തിനോടും. എന്താ രാമേന്ദ്ര പ്രശ്നം? പ്രശ്നം പറഞ്ഞാൽ ഭയങ്കര തമാശയാ. തനിക്ക് എന്താണ് ഇത്ര വലിയ കലിപ്പ്? ഇവൻ പറഞ്ഞ റിവ്യൂവില് ഇൻഫ്ലുവൻസേഴ്സ് ഇപ്പൊ ഈ പടത്തിൽ അഭിനയിച്ചിട്ടുണ്ട് ബാഡ് ബോയ്സിൽ. ആ ഇൻഫ്ലുവൻസേഴ്സിനെ പറ്റി ഒരു മോശം വാക്ക് പറഞ്ഞില്ല. കാരണം എന്താ, ഇവരൊക്കെ ഫ്രണ്ട്സാ. തോന്നി അതങ്ങനെ വരൂ, അതങ്ങനെ സംഭവിക്കൂ. ഈ ലോകത്തിന്റെ ഒരു പോക്കേ. ഇതാണ് ഞങ്ങളുടെ കുടുംബത്തിന്റെ മഹിമ. എല്ലാ പൈപ്പറും നല്ല പൊളിയാ. ഇവന്റെ പരിപാടി എന്താ, ഐഫോണിനെ കുറ്റം പറയാ, സാംസങ് ഗാലക്സി നല്ലതാന്ന് പറയാ. സാംസങ് നല്ലത്, ഐഫോൺ പൊട്ട. ഏതായാലും ഇന്നൊരു സുദിന പിള്ള സാറേ, ഇന്ന് നമുക്കൊന്ന് ആഘോഷിക്കണ്ടേ? തീർച്ചയായും. അപ്പൊ എന്താ, അപ്പൊ കൊറേ ശ്രദ്ധ കിട്ടും. എടാ, സ്വന്തം ഒരു പ്രൊഡക്റ്റ് ഇറക്കി കാണിക്കടാ നീയൊക്കെ, എന്നിട്ട് നീ കുറ്റം പറയും. ഇടത്താൻ ഒരു എത്ര സമയം സംഘടന തുടങ്ങിയിട്ട്? കുറച്ചു നേരമായി. ഓ, ഞാൻ കുറച്ച് ലേറ്റ് ആയി പോയി. എന്നിട്ട് നീ കുറ്റം പറയും. ഗൈസ്, ഒമർക്ക എങ്ങനെയാണെന്ന് വെച്ചാൽ, ഒമർക്ക ഇപ്പോൾ ഒരു കടയിൽ പോയിട്ട് ഒരു കുലുക്കി സർബത്ത് കുടിക്കുകയാണെന്ന് വിചാരിച്ചു. കുലുക്കി സർബത്ത് ഒമർക്കായ്ക്ക് ഇഷ്ടപ്പെട്ടില്ല. ഒമർക്കായ്ക്ക് ഇഷ്ടപ്പെടാത്തപ്പോൾ ഉടനെ തന്നെ പിറ്റേ ദിവസം തന്നെ ഒമർക്ക ഒരു കുലുക്കി സർബത്ത് അങ്ങ് ഇടും. എന്നിട്ട് ആൾക്കാർക്ക് കൊടുക്കും, ഇവിടെ ഇതാടാ കുലുക്കി സർബത്ത് എന്നും പറഞ്ഞിട്ട്. അതാണ് നീ എവിടെന്നാണ് വന്ന മരഭൂതമേ? നിങ്ങൾ കുറ്റം പറയാൻ നടക്കുന്നതിന് മുന്നേ ആദ്യം സ്വന്തം ഒരു പ്രൊഡക്റ്റ് നിങ്ങൾ ഇറക്കി കാണിക്കും, നിങ്ങളുടെ കഴിവ് കാണിക്കും. അന്ന് ഞാൻ നിന്നെ അംഗീകരിക്കും. മനസ്സിലായോ? എക്സാമ്പിൾ, ഒരു ഷഡ്ഡി മേടിച്ചിട്ട് അത് ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ, അതിന്റെ ഇലാസ്റ്റിക് ഒക്കെ ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ പിറ്റേ ദിവസം തന്നെ പുള്ളി വേറെ ഷഡ്ഡി കട തുടങ്ങും. കാവാലൻ ഷഡ്ഡി, ഒമർ സ്പെഷ്യൽ കാവാലൻ ഷഡ്ഡി എന്ന് പറഞ്ഞ് തുടങ്ങിയിട്ട് അങ്ങനത്തെ മനുഷ്യനാണ് ഗൈസ്. എനിക്കൊന്ന് അങ്ങനെ ഈ വെല്ലോന്റെ സാധനങ്ങൾ കണ്ടിട്ട് അവന്റെ ആ സാധനം കൊള്ളാം, അവന്റെ ഈ സാധനം പോരാ, അവന്റെ ആ സാധനം അവന്റെ ഈ സാധനം പോരാ. മനസ്സിലായടാ? സംസ്കാരത്തോടുകൂടി സംസാരിക്കടാ പന്ന നാറിച്ചെറ്റേ. ഈ ഷസാം എന്ന് പറഞ്ഞോണ്ട് അഭിനയം കാണണമെങ്കിൽ നിങ്ങൾ അവന്റെ ടിക്ടോക്ക് പഴയ വീഡിയോ ഇട്ടിട്ടുണ്ട്. അത് കുറെ ഓർമ്മിപ്പിക്കല്ലേ പൊന്നെ. അതൊന്നും സാരമില്ല. പിള്ളേരെടുത്ത് ഇപ്പൊ ട്രോളിപ്പ് എന്താ പറയുക, ഞാനത് വൈറലാവാൻ വേണ്ടി ചെയ്തതാ. ആ വീഡിയോസ് ഒന്ന് വൈറലാവാൻ കഴിഞ്ഞ ആഴ്ച നടന്ന കാര്യങ്ങൾ പറഞ്ഞ് എന്നെ നാറ്റിക്കരുത്. അഭിനയതല്ലടാ. അല്ലെങ്കിൽ നീ ഒന്ന് കാണിക്കുക, ഒരു നല്ല വേണ്ട ഒരു വീഡിയോ നീ നന്നായിട്ട് അഭിനയിച്ചിട്ട് ഒരു വീഡിയോ ഇട്ട് കാണിക്കും. എന്നിട്ട് നീ ബാക്കിയുള്ളവരെ ട്രോള്. അതൊന്നും എനിക്കറിയാൻ മേല. ഇങ്ങനെ എന്തെങ്കിലുമൊക്കെ പറയുമ്പോഴേ എന്റെ മനസ്സിനൊരു സന്തോഷം ഉണ്ടാവുള്ളൂ. ഞാൻ എന്റെ സന്തോഷം നോക്കിയാ പോരെ. ഞാൻ പോകുന്നു. ബൈ ബൈ.